എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തേങ്ങ അരച്ചൊരു കറിയാണ് വെക്കുന്നത്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച കറി എന്ന് പറഞ്ഞാൽ ഇത് നെത്തോലിയാണ്. നെത്തോലി അറിയാമല്ലോ. നെത്തോലി തേങ്ങ അരച്ച് വെക്കാൻ പോയി ഞാനിന്ന്. പിന്നെ കീരിമീൻ ചാള എന്ന് പറയുന്നൊരു ചാളയുണ്ട്. കീരിമീൻ ചാള എന്ന് പറഞ്ഞാൽ ചാളയുടെ ആ വിഭാഗത്തിൽ പെട്ടതാണ്. ഇതിനൊരു പുറത്തൊരു ഭയങ്കര ഒരു മിനുസമുള്ളൊരു മീനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരേ ഒരു കോക്കോലിയുണ്ട്. നമ്മുടെ മീൻകാരനില്ലേ, എൻ്റെ ഷോർട്ട് കണ്ടില്ലേ, ഞാൻ സ്ഥിരപ്പായ പുള്ളിയുടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ടേ അവൻ്റെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. നാളെ അപ്പോൾ എനിക്കങ്ങ് എളുപ്പം എടുത്ത് അവൻ വരുമ്പോഴത്തേനും താമസിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുളക്, മല്ലി, മഞ്ഞളെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. പിന്നെ ചെറിയ ഉള്ളി ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കാൻ മറക്കരുത്. അരച്ച് തീരാറാകുമ്പം നമ്മുടെ ജാറ് അടപ്പൊന്ന് പൊക്കിയിട്ട് ആ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ലേശം ഒന്ന് അരയുക ചെയ്യാവുള്ളത്. ഉള്ളി ഒരുപാടങ്ങ് വടുക ഇറങ്ങി പോരുത്. അപ്പോൾ ഇതിന് ആവശ്യമായ അരച്ചിട്ട് ഞാൻ ഓടി വെച്ചിട്ടാണ് ഞാനത് പോയി അരച്ചോണ്ട് വന്നത്. അപ്പം നമുക്ക് ചട്ടി ചൂടാവുകയും ചെയ്യും. ഇത് എളുപ്പമല്ലേ. അപ്പം ഇതിനകത്ത് ഞാൻ ഇച്ചിപ്പോൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നാക്കാം നമുക്ക് കറി കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കേട്ടോ കടുകിട്ട് കൊടുത്ത് ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 കുഞ്ഞി തക്കാളി, അധികം വലിപ്പമുള്ളതല്ല, 2 കുഞ്ഞി തക്കാളി കണ്ടല്ലോ, അത് പെട്ടെന്ന് പൊട്ടുന്നില്ല. ഇതൊക്കെ ചൂടായിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. പക്ഷേ ഇപ്പൊ കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പൊട്ടിത്തീർന്നു. രണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ഒരു വേറെ സ്റ്റൈലാണ്. പിന്നെ ഇത് ഞാൻ വെക്കുന്ന സ്റ്റൈലാണ്. നമുക്ക് മാങ്ങയൊന്നും ഇല്ല, പച്ചയ്ക്ക് വെക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കും. മാങ്ങ ഉണ്ടെങ്കിൽ നെത്തോലി, കരിഞ്ചാള ഇതൊക്കെ ഭയങ്കര ടേസ്റ്റിൽ നമുക്ക് വെക്കാൻ പറ്റും. ഉള്ളിയൊക്കെ ചതച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ അരക്ക് ഞാൻ ഇട്ട് കൊടുക്കും. ഉള്ളി നമ്മുടെ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ആ അരക്കിട്ട് കൊടുക്കുകയും ആ അരക്കിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുകയും ചെയ്യും. കറി ചീത്തയാവത്തതുമില്ല. തേങ്ങ അരച്ച കറി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ചിലർ വെക്കുമ്പോൾ ചീത്തയാവും. അത് ഈ രീതിയിൽ ട്രൈ ചെയ്താൽ മതി. നമ്മുടെ കറി നന്നായിട്ടിരിക്കും. അപ്പം എന്താ നോക്കേ, ഞാനേ അരപ്പിട്ട് കൊടുത്തില്ലായിരുന്നോ, എന്നിട്ട് ഒരു നുള്ള് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ആ എണ്ണ തെളിഞ്ഞ് വരാനൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. മീൻ വറുക്കാനുള്ളതും കൂടെ ഞാനിപ്പോൾ വെക്കും ഇപ്പുറത്ത് അടുപ്പിലോട്ട്. നമുക്കിനി അരപ്പൊഴിച്ചു കൊടുക്കാം. വേണ്ടുന്ന ഉപ്പും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ പൊരിക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്.
ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച ഉടനെ നമുക്ക് ഒരുപാട് ചാറായിട്ട് വെക്കുന്നില്ല കേട്ടോ. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ആ നെത്തോലി ഇട്ട് കൊടുക്കാം. നെത്തോലി അതിനകത്ത് തിളക്കുന്നത്. ഇപ്പം ഞാൻ വറുക്കാൻ വെക്കുവാണ് കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചോണേ. വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചത് അറിയാമല്ലേ, നമ്മുടെ കീരിമീൻ ചാളയും പിന്നെ ഒരു കോക്കോലയുണ്ട്. കോക്കോലയെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മുതുകുളപ്പൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് വേകുമ്പോൾ ഉണ്ടല്ലേ അതിൻ്റെ പീസ് പീസായിട്ട് ഇളകി വരും. അപ്പോൾ അതൊരു വിധം ഒന്ന് തിളച്ച് വരുന്നു. നോക്കട്ടെ, കുറച്ചുകൂടെ തിളക്കട്ടെ. ഉപ്പൊക്കെ നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് ഉപ്പായിരിക്കും എല്ലാം ചെയ്ത് വരുമ്പോൾ. ഞാൻ നെത്തോലി ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ കത്രിക വെച്ച് വെട്ടിയാണ്ടല്ലോ ഇതിൻ്റെ വാലൊക്കെ ഇല്ലേ നന്നായിട്ടങ്ങ് പോകും. കത്രിക വെച്ച് ട്രൈ ചെയ്യുക. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. അടപ്പെടുത്ത് അടയ്ക്കാം. മീഡിയത്തിലിട്ട് വേണം മീൻകറി റെഡിയാക്കേണ്ടത് കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാം നമുക്ക്. ഇപ്പം അടപ്പെടുത്ത് അടയ്ക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരുവിധം എല്ലാം ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ മീൻ തിളയ്ക്കുന്ന ഒരു തിളപ്പ് കണ്ടോ, നല്ലതായിരിക്കും കറി കേട്ടോ. ഇത് കുറച്ച് വറ്റിച്ച് വെക്കാം, അധികം ചാറില്ലാതെ കുറച്ച് വറ്റിച്ച് വെക്കാം. നമുക്കൊരിച്ചിരി അടിപൊളി കുറച്ച് ഉലുവപ്പൊടിയിൽ ഇടാം. ഞാൻ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാനൊന്ന് ഗേറ്റ് തുറക്കാൻ പോയതാണ്. ഞാനേ പച്ചക്കറി മേടിച്ചിട്ടേ, പച്ചക്കറി എന്തോ ഞാൻ വേറെ ഒന്നും മേടിച്ചില്ല. കാണിച്ചു തരാം നിങ്ങളെ. കോണും പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങും. മധുരക്കിഴങ്ങിന് 1.5 കിലോ 100 രൂപ, കോണ് ഒരെണ്ണം 40 രൂപ. നല്ല വിലയുണ്ട് അതിന്. എനിക്കിഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഞാൻ ഓടിപ്പോയിട്ട് വന്ന് ഞാൻ വിചാരിച്ച് മീനൊക്കെ കരിഞ്ഞു പോകുന്നു. അതിരിക്കട്ടെ. ഇനി നമ്മുടെ മീൻ കറിക്കകത്ത് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. സൂപ്പറായിട്ടുണ്ട് കറിയെ, എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ മീൻ കറി. ഉലുവപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് പച്ചക്കറി വെക്കണം. ചടേന്നങ്ങ് വെക്കാം നമുക്ക്.
ഞാൻ കാണിച്ചു തരാം. മുറിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മീൻകറി കാണിക്കാനാണ് നിങ്ങളെ ഞാൻ യഥാർത്ഥത്തിൽ വീഡിയോ എടുത്തത് കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന പച്ചക്കറിയൊക്കെ ഒരുവിധം വെക്കാൻ അറിയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത കുറേ വെണ്ടയ്ക്ക കിടപ്പുണ്ട്, അത് ഞാനൊരു വേറൊരു കറി വെക്കും. പിന്നെ ക്യാബേജ് ഉണ്ട്, അത് വേറെ വെക്കും. അപ്പോൾ ഇത് ഞാൻ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു മിനിറ്റ്, വീഡിയോ ഉണ്ട്. എൻ്റെ ഈ ക്യാമറ ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞിരിക്കുന്നു. വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെണ്ടയ്ക്കയുണ്ട് നമ്മുടെ അടുത്തുനിന്ന്, കുറേ ഉണ്ട്, കുറച്ചുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇവിടെ കിടപ്പുണ്ട് കുറച്ച്. അത് മാത്രം ഇട്ടൊരെണ്ണം വെക്കും. ക്യാബേജ് ഇച്ചിരി വെള്ളയ്ക്കുണ്ട്. ഈ 2 പണികളുണ്ട്. ഓക്കെ, ബൈ.